രണ്ടു നേരം അമ്പലത്തിൽ തൊഴുതാലേ എനിക്ക് സമാധാനമുള്ളൂ, ഏത് നാട്ടിലായാലും. ആ, രാത്രിയിലത്തെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല. ഇപ്പൊ തന്നെ വീട്ടിൽ ബഹളം തുടങ്ങിയിട്ടുണ്ടാവും. നടക്കട്ടെ. ആ, നേരത്തെ വരുമല്ലോ രണ്ടാളും. വരാം. ഇത്ര നേരത്തെ പോണോ? അവർക്കെന്തെങ്കിലും വച്ചുണ്ടാക്കാൻ സമയം വേണ്ടേ? ഇവിടെ ഇരുന്നിട്ടെന്താ ബോറ്? നേരത്തെ പോയിക്കളയാം. ഞാൻ ഇപ്പൊ റെഡിയാകാം. എന്തിന്? മുഖം കഴുകി ഒരു സാരി ഉടുക്കേണ്ട താമസമേ ഉള്ളൂ. നീ എന്തിന്? നീ വരണ്ട. സുഖമില്ലാന്ന് ഞാൻ എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞോളാം. എന്നോട് പിന്നെയും പ്രത്യേകം പറഞ്ഞു. അത് ശരി, അവിടെ നിന്ന് വല്ല അബദ്ധവും പറ്റണം. നീ സാക്ഷാൽ എന്താ സാധനം അറിയണം. വളരെ എളുപ്പത്തിൽ അസുഖം വരാവുന്ന ഡെലിക്കേറ്റായ ശരീരപ്രകൃതിയുള്ള വൈഫ്. ഇപ്പോഴത്തെ റോളിന് ആ അഭിനയം മതി, ധാരാളം. കേട്ടോ? ഞാൻ ആരോടും ഒന്നും പറയാതെ വെറുതെ ഇരുന്നോളാം. വേണ്ട, പരമേശ്വരന്റെ ചിക്കനും തിന്ന് നീ ഇവിടെ ഇരുന്നോ. വേണമെങ്കിൽ ലേശം ബിസ്കി കഴിച്ചു. ആ, നേരത്തെ വന്നു. എവിടെ മിസ്സിസ്? അവൾക്ക് വീണ്ടും അസുഖം. അതുകൊണ്ട് ഡിന്നർ മറ്റു ദിവസത്തേക്ക് ആക്കണമെന്ന് പറയാനാ ഞാൻ നേരത്തെ വന്നു. ഞങ്ങൾ ക്ലബ്ബ് വരെ, അല്ലെങ്കിൽ വേണ്ട. പോയി വരൂ. വീട്ടിലെ ഡ്രിങ്ക്സ് പാടില്ലെന്ന അച്ഛന്റെ നിയമം. ഒരാള് വന്ന ഓഫർ ചെയ്യാൻ കൂടി നിവൃത്തിയില്ല. നമുക്ക് പോയി റൗണ്ട് അടിച്ചിട്ട് വരാം. വേണ്ട, അച്ഛനില്ലേ അകത്ത്? എനിക്ക് വയ്യ. കുറച്ചുനേരം ഇവിടെ ഉണ്ടാവല്ലോ. ഞങ്ങൾ ഈ കാറൊന്നും എടുക്കട്ടെ, വിഷമാവില്ലെങ്കിൽ. ഓ, അതിനെന്താ. താങ്ക് യു. സെക്കൻഡ് ഗിയർ കുറച്ച് ടൈറ്റാണ്. ഓക്കെ, വരൂ, ഞാൻ അച്ഛൻ്റെ അടുത്ത് ആക്കിയിട്ട് വരാം. നോ ഫോർമാലിറ്റി, കാര്യം. അല്ല, ഇതാര്? വരൂ വരൂ വരൂ. ചിന്നമ്മോ, മിസ്സസ് എവിടെ? അവൾക്ക് പിന്നെ അസുഖം. ഇരിക്കുന്നേ. അത് കഷ്ടമായല്ലോ. ക്ലൈമറ്റ് ചേഞ്ച് ആവും. നിർമ്മല രാമകൃഷ്ണനും പുറത്തേക്ക് പോയിരിക്കുക. കണ്ടു. അവരോടൊന്ന് അവിടെ കയറി അന്വേഷിക്കാൻ പറയാമായിരുന്നു. മിസ്സസ് തനിച്ചല്ലേ? സാരല്ല, വാച്ച്മാനും ഭാര്യയുണ്ട്. ഡോക്ടർ എന്തോ പിൽസ് കൊടുത്തു, അനങ്ങാതെ കിടക്കാൻ പറഞ്ഞു. നോക്കൂ, ദാസിന്റെ മിസ്സസിന് പിന്നെ അസുഖം. എന്തേ? പെട്ടെന്നൊരു ഛർദി, പിന്നെ എന്ത് കഴിച്ചാലും ഛർദി. ലെറ്റർ ടേക്ക് റെസ്റ്റ്. ഞാൻ പറഞ്ഞിട്ട് പോകാന്ന് വെച്ചു. ഡിന്നർ മറ്റു ദിവസത്തേക്ക് ആക്കാം. നോ 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 നോ, നേരത്തെ കഴിച്ചിട്ട് പോവാം. അത്ര അധികം ഒന്നുമില്ല. രാവിലെ ഛർദിച്ചോ? ആ, കുറച്ച്. ആ, സാരമില്ല. കണ്ടപ്പോഴേ എനിക്കൊരു സംശയം. പിന്നെ എങ്ങനെയാ ചോദിക്കാൻ ഇഷ്ട. ശ്രീദേവിയാണ്. BA-ക്ക് മ്യൂസിക് ആയിരുന്നു അവളുടെ സബ്ജക്ട്. അച്ഛനെ വിളിക്കണോ ചിന്നമ്മ? കിടന്നോട്ടെ, ഉണ്ണാറാകുമ്പം വിളിക്കാം. ഇപ്പൊ വിളിച്ചാ പിന്നെ ആർക്കും സംസാരിക്കാൻ സാധിക്കില്ല. പുറത്ത് ലോണിലിരിക്കാം. നല്ല വെതറാ. കുട്ടി സംസാരിക്കൂ. മേല് കഴുകൽ, നാമം ചൊല്ലൽ. 10 മിനിറ്റ്. ഇതാ വന്നു കഴിഞ്ഞു. സിത്താർ പ്രാക്ടീസ് നിർത്തേണ്ടിയിരുന്നില്ല. ഞാൻ ഇവിടെ ഇരുന്ന് കേട്ടോളാം. മ്യൂസിക്, ക്ലാസിക്കൽ മ്യൂസിക് ചിലർക്ക് ഇഷ്ടമാവും. എനിക്ക് ഒരുപാട് ട്യൂഷൻ മാഷന്മാരുണ്ടായിരുന്നു, ലോ കോളേജിൽ എത്തുന്നവരെ. ഒക്കെ അച്ഛന്റെ ഏർപ്പാടാ. ആ തൊപ്പിക്കാരനെ ഓർമ്മയുണ്ടല്ലോ, ഹിന്ദി പണ്ഡിറ്റ്. എനിക്ക് വേണമെന്ന് തോന്നിയ ഒരാളെ വെച്ചത് പരിഹസിക്കരുത്. സംഗീതത്തിനാ. കുറച്ച് വയലിൻ, കുറച്ച് സംഗീതം, എല്ലാം കുറച്ച്. എത്ര കാലം? എന്നിട്ട് എന്നെ പറയാഞ്ഞത്? എത്ര പഠിച്ചു? ഹോസ്റ്റൽ മേറ്റ്സിനെ രാത്രി ദ്രോഹിക്കാവുന്ന സ്റ്റേജ് വന്നപ്പോൾ വിട്ടു. എന്നാലും സംഗീതം എന്നും ഇഷ്ടമാണ്. ഭാഗ്യം. ഇഷ്ടമല്ലെങ്കിലും ഇഷ്ടമാണെന്ന് പറയുന്നത് ദയ. എന്താ, പാട്ട് തുടങ്ങുന്നുണ്ടോ എന്ന് പരിഹാസത്തെ ചോദിക്കുന്നത് ക്രൂരത. അല്ല, ഞാൻ മറ്റെന്തോ ഓർത്ത് പറഞ്ഞു പോയതാണ്. വിജയേട്ടൻ ഒരിക്കൽ പറഞ്ഞു. ഒന്നുമില്ല, വരൂ.
ഇതൊക്കെ ചുറ്റുമുണ്ടെങ്കിൽ കുറെ കാലത്തിന് ആരെങ്കിലും ഏകാന്ത തടവ് വിധിച്ചാലും എനിക്ക് ഭയമില്ല. आपने बैकालों की वादों को महफिल कर लो, अब यहाँ कोई नहीं आएगा. ഷായരി മിർസ ഗാലിബിന്റെ അല്ലേ? അല്ല, ഫൈസ്, അഹമ്മദ് ഫൈസ്. ഉറുദു കവിതകൾ കേൾക്കാൻ ഇഷ്ടമാണ്, അർത്ഥമറിയില്ലെങ്കിലും. आपने बैकाले की वादों को महफिल कर लो, സ്വപ്നങ്ങളില്ലാത്ത വാതിലുകൾ അടച്ചു വയ്ക്കൂ. अब यहाँ कोई नहीं आएगा. പിന്നെ ഇവിടെ ആരും വരില്ല. ബ്യൂട്ടിഫുൾ. സ്വപ്നങ്ങളില്ലാത്ത വാതിൽ. ഉറുദു അറിയോ? കുറച്ച് പഠിച്ചു, പിന്നെ അതും വിട്ടു. ഇഷ്ടമാവാൻ തുടങ്ങുമ്പോഴേക്കും എന്തോ വിട്ടുകളയേണ്ടി വരും പലപ്പോഴും. ഇഷ്ടാവോന്നറിയില്ല, കുറച്ച് ചവർപ്പുണ്ട്. തനിച്ചേ ഉള്ളൂ? തനിച്ച്. മുള്ളിൻപഴം പോലുണ്ട്. നാട്ടിലെ മുള്ളിൻപഴം തിന്നിട്ടില്ലേ? മുള്ളൻപഴം എന്ന് വെച്ചാൽ? കുന്നിൻപുറത്തൊക്കെ ഉണ്ടാവും. കുട്ടിക്കാലത്ത് അത് പെറുക്കാൻ നടക്കും രാവിലെ ആയാൽ. ചേച്ചിയുടെ നാട് മൂപ്പരുടെ അടുത്താണോ? അടുത്ത് തന്നെ. സ്ഥിരം പണിയൊന്നുമില്ലേ ഗോപന്? കിട്ടണ്ടേ? പിന്നെന്തിനാ ബസാറിൽ ചുറ്റി നടക്കുന്നേ? ടൂറിസ്റ്റുകൾ ആരെങ്കിലും വിളിക്കും, അവർക്ക് സ്ഥലങ്ങൾ കാട്ടിക്കൊടുക്കാൻ. നേരം പോകണ്ടേ? കള്ളക്കേസ് ഉണ്ടാക്കുന്നവരും ചിലപ്പോൾ വിളിക്കും അല്ലേ? ഇവിടെ എത്ര നേരം ഇരിക്കും? അച്ഛന് ധാരാളം കൃഷിയുണ്ടെന്ന് പറഞ്ഞല്ലോ. ധാരാളമില്ല, അത്യാവശ്യത്തിനുണ്ട്. അത് നോക്കി നടക്കുന്നത് ഇവന് മാനുഷയാ. ഈ കോട്ടും കോളാമ്പിട്ട് നടന്ന് എന്തെങ്കിലും എരന്ന് കിട്ടണതാ ഇവന് സന്തോഷം, അല്ലേടാ? ഞാനങ്ങനെ ഇറന്നിട്ടില്ല ഇതുവരെ. മൂപ്പരക്കിന്ന് ഡിന്നർ എവിടെയാണാവോ? അറിയില്ല. ഏടത്തിയും ഏട്ടനും വന്നില്ലല്ലോ. വരട്ടെ, എനിക്ക് തിരക്കൊന്നുമില്ല. ഏട്ടന് സ്വല്പം കുടിക്കണം. ഏടത്തേക്കും തണുപ്പത്ത് 2 ജില്ലറ്റ് വരെ ആവാം. അതിനും ഒരു നാടകം, ക്ലബില് കമ്മിറ്റി മീറ്റിംഗ്, സീസൺ പ്രോഗ്രാമിന്റെ ഡിസ്കഷൻ. ആരെ ബോധിപ്പിക്കാനാ ഇവർ ഈ വാചകം പറയുന്നത്? ഞാൻ മറന്നു, ഇപ്പൊ കൊണ്ടുവന്ന് തരാം. നോക്കൂ, സന്മാർഗബോധം വേണ്ട, കിട്ടിയെന്ന് പറഞ്ഞോളാം. സിത്താർ എടുത്തോളൂ. ഇന്ന് കുട്ടി നല്ല മൂഡിലാണല്ലോ. കളി, ചിരി, സംസാരം. ചില ദിവസം ആരോടും മിണ്ടുകയില്ല. ഒന്നിനും കുറവില്ല. ആ വീടൊന്ന് കാണേണ്ടതാ. കുടിക്കില്ല, എന്റെ അറിവിൽ മറ്റു ചീത്തത്വം ഒന്നുമില്ല. ഇംഗ്ലണ്ടിൽ 3 കൊല്ലം താമസിച്ചയാൾ കുടിക്കില്ലെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? പക്ഷേ അവൾക്ക് അയാളുടെ പേര് കേട്ടാൽ കലിയ. എന്താ പറയാ? പെട്ടെന്ന് വഴക്കായതാണോ? അല്ല, ആദ്യത്തെ ആഴ്ച വീട്ടിൽ വന്നപ്പോ പറഞ്ഞു ഇത് വേണ്ടിയിരുന്നില്ല അച്ഛാ. ഞാൻ പേടിച്ച് ഒന്നും ചോദിച്ചില്ല. അപ്പോൾ വെറുതെ ഇറങ്ങി പോകുന്നതാണോ? ഒന്നും പറയുന്നില്ല. വീട്ടിൽ പെട്ടിയും സാധനങ്ങളായിട്ട് വന്നു കയറിയതിന്റെ പിറ്റേന്ന് ചോദിച്ചു എത്ര ദിവസം ഉണ്ടെന്ന്. എന്നും ഇവിടെ തന്നെയാണ്, അച്ഛന് വിരോധമൊന്നുമില്ലല്ലോ എന്ന് എന്നോട്. അയാൾ വന്നില്ലേ? ഇല്ല. കത്ത്? കോടതിയും കേസും ഒന്നും ഇല്ലാതെ കഴിഞ്ഞാൽ മതി എന്നാണ് ഇപ്പോഴത്തെ എന്റെ പ്രാർത്ഥന. വേണ്ടെങ്കിൽ വേണ്ട, പിരിഞ്ഞോട്ടെ. അവൾ സന്തോഷമായിട്ടിരുന്നാ മതി എവിടെയായാലും. കുറെ കാലായി ഇത് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ വെറുതെ പറഞ്ഞതാ, ഇതിവിടെ ഉണ്ടാവുമെന്ന് കരുതിയില്ല. 4 ഇൻസ്ട്രുമെന്റ്സ് വായിക്കും കുട്ടി. എന്താ മ്യൂസിക് സെഷനാണ്? ഏയ്, കുറച്ചു ദിവസം പരീക്ഷിച്ചാൽ പഴയ പാഠങ്ങളിൽ ചിലത് ഓർമ്മ വരും. ഏടത്തി, അവിടുന്ന് ഒരു ചെയർ എടുത്തോളൂ. ഇരുന്നോളൂ, ഞങ്ങൾ കൊണ്ടുവരാം. എന്നെ പരീക്ഷിക്കുന്ന നേരത്ത് അറിയാവുന്നവർ വല്ലതും വായിച്ചാൽ കേൾക്കാം.
കുട്ടി റേഡിയോ പാടിയിട്ടുണ്ട്. പഴയ കഥ. മിസസ് ദാസ് ഇല്ലാത്ത കഷ്ടമായിപ്പോയി. ഇങ്ങനെ വല്ലപ്പോഴേ ഞങ്ങൾക്കൊരു രസം ഉണ്ടാവും. ഒരു സ്വരം പാടൂ, ഞാൻ വായിക്കാം.